സ്നേഹമുള്ളവരെ, ഞാൻ ഡിനി. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നിരാശയും കുറ്റബോധവും വിഷമവും സങ്കടമായിട്ട് നമ്മളാകെ തളർന്നു പോകുന്നവരാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പിനെ പറ്റി കേട്ടിട്ടില്ലേ? ഈ ഗൂഗിൾ മാപ്പ് കണ്ടുപിടിക്കാൻ തന്നെ കാരണം വഴി തെറ്റിപ്പോയ ഒരു ജീവിത കഥയാണ്. സുന്ദർ പിച്ചൈ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഗൂഗിൾ മാപ്പ് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിച്ചത്. അയാളുടെ ജീവിതത്തിൽ ഒരിക്കൽ അയാൾക്ക് വൈകിട്ട് ഒരു പാർട്ടി ഉണ്ടായിരുന്നു 8 മണിക്ക്. അപ്പോൾ അയാളുടെ വൈഫ് അഞ്ജലിയും അയാളുടെ കസിൻസും ഫ്രണ്ട്സ് എല്ലാം 8 മണിക്ക് തന്നെ ആ പാർട്ടിയിലെത്തി. അയാൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി യാത്ര ചെയ്യണ സമയത്ത് അയാൾക്ക് വഴി തെറ്റിപ്പോയാലുണ്ട്. രാത്രിക്കല്ലേ, അത് കാരണം അയാൾക്ക് വഴി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയാൾ വഴിയൊക്കെ കണ്ടുപിടിച്ച് പാർട്ടിയുള്ള സ്ഥലത്ത് എത്തിക്കുമ്പോഴേക്കും അയാളുടെ ഭാര്യ അടക്കം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പാർട്ടിയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പാർട്ടിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അയാൾ ഭക്ഷണം പോലും കഴിക്കാണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ഭാര്യമാരെ പോലെ അയാളുടെ ഭാര്യയും അയാളെ വഴക്ക് പറയാൻ തുടങ്ങി. എന്തുകൊണ്ട് നേരം വൈകിയ ആൾക്കാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു, അങ്ങനെയൊക്കെ പറഞ്ഞ് അയാൾ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പോൾ വഴക്കല്ലേ എന്ന് വിചാരിച്ച് അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഓഫീസിൽ പോയിരുന്നപ്പോൾ അയാൾ ആലോചിച്ചു, എനിക്ക് വഴി തെറ്റിപ്പോയ കാരണം കൊണ്ടാണ് ഈ ഭാര്യയുടെ ഇന്ന് വഴക്ക് കിട്ടാൻ കാരണമായത്. എനിക്ക് പാർട്ടിയിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. എൻ്റെ കയ്യിലൊരു മാപ്പ് ഉണ്ടായിരുന്നേ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്ക് കൃത്യസമയത്ത് അവിടെ എത്തായിരുന്നു, പാർട്ടിയിൽ പങ്കെടുക്കാമായിരുന്നു, എനിക്ക് വഴക്കൊന്നും കേൾക്കില്ലായിരുന്നു. അങ്ങനെ അയാൾ രാത്രി മുഴുവൻ ചിന്തിച്ചിരുന്നു. പിറ്റേ ദിവസം അയാൾ നേരം വെളുത്തപ്പോൾ തൻ്റെ ടീമിനെയൊക്കെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു മാപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ചു. അപ്പോൾ ഇത് നടക്കുമെന്ന് അവരുടെ ടീമിലുള്ള ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ദിവസമായിട്ട് അയാൾ കണ്ടിന്യൂസ് ആയിട്ട് തൻ്റെ ടീമിനോട് ഈ മാപ്പിനെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടീമിലെ ആൾക്കാർ പറഞ്ഞു, എന്നാൽ നമുക്കതിന് പരിശ്രമിക്കാം. 2004 അയാൾ തൻ്റെ ടീമിനോട് ഈ മാപ്പിനെ പറ്റി പറയുന്നത്. പക്ഷേ 2005 ആയപ്പോഴേക്കും ഗൂഗിളിൽ ഈ ലോഗിൻ ചെയ്തെടുത്തു മാപ്പ്. അപ്പോൾ ഇന്ന് ലോകം മുഴുവനുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ മാപ്പ്. നമുക്കറിയാത്ത ഒരു സ്ഥലത്ത് ആരുടെ ഒരു സഹായം ഇല്ലാതെ ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് പോകാൻ പറ്റും. അപ്പം നമ്മളെ വഴി തെറ്റി പോവാതിരിക്കാൻ സഹായിക്കുന്നത് ഈ ഗൂഗിൾ മാപ്പാണ്. പക്ഷേ ഈ ഗൂഗിൾ മാപ്പ് കണ്ടുപിടിക്കാൻ കാരണം തന്നെ അയാളുടെ ജീവിതത്തിൽ വഴി തെറ്റിപ്പോയതാണ്. അപ്പോൾ അയാളുടെ ജീവിതത്തിൽ ചെറിയ ലക്ഷ്യം തെറ്റിയപ്പോൾ ആ ലക്ഷ്യം എന്തുകൊണ്ടാണ് തെറ്റിയത്, അതിനെന്തൊരു പരിഹാരം അത് അയാൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ഗൂഗിൾ മാപ്പ് ഉണ്ടായത് തന്നെ. അപ്പോൾ അയാൾക്ക് അന്ന് വഴി തെറ്റിയില്ലെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ചിലപ്പോൾ ഗൂഗിൾ മാപ്പേ ഉണ്ടാവില്ലായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ലക്ഷ്യങ്ങൾ തെറ്റുമ്പോൾ അത് എന്തുകൊണ്ടാണ് തെറ്റിപ്പോയതെന്ന് നമ്മൾ ചിന്തിച്ച് അതിനൊരു പോംവഴി കണ്ടുപിടിച്ചാൽ അപ്പം നമ്മുടെ ചെറിയ ലക്ഷ്യത്തിൻ്റെയിലും വലിയ ഉന്നതമായ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ സാധ്യത ഉണ്ടെന്നാണ് സുന്ദർ പിച്ചൈ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പം അതിനായി ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.